ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 5 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 5 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ്. ഇത് നിങ്ങളുടെ ഫുൾ ബോഡിയും എൻഗേജ്ഡ് ആക്കുന്ന തരത്തിലുള്ള പുഷപ്സിൻ്റെ ഒരു രീതികളാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. നമ്മൾ സാധാരണയായിട്ട് നോർമൽ പുഷപ്സ് അല്ലെങ്കിൽ ഇൻക്ലൈൻ പുഷപ്സ്, ഡിക്ലൈൻ പുഷപ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം വരുത്തി നോക്കാം. നിങ്ങളുടെ എൻറ്റയർ ബോഡി, ഓക്കെ, നിങ്ങളുടെ ഷോൾഡേഴ്സ്, നിങ്ങളുടെ ബാക്ക് മസിൽ, നിങ്ങളുടെ കാലുകൾ, അതിലൊക്കെ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസ്, ഇതിനെല്ലാം ടോൺ ചെയ്യിപ്പിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ള കുറച്ച് വേരിയേഷൻസാണ്. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വർക്കൗട്ട് റുട്ടീനുകളിൽ ഈ ഒരു വർക്കൗട്ടും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കൂ. നിങ്ങൾക്ക് നല്ല എഫക്റ്റ് തരുന്ന, നല്ല റിസൾട്ട് തരുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ വർക്കൗട്ടുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണയായിട്ട് പുഷപ്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന രീതി കണക്കാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലായിരിക്കും നിങ്ങൾ പുഷപ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണക്കാണ് നമ്മൾ നോർമൽ പുഷപ്സ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും വീട്ടിൽ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ജിമ്മുകളിൽ ഫോളോ ചെയ്യുന്ന രീതി ഇത് തന്നെയാണ്. അപ്പം നമുക്കിതിനകത്തുനിന്ന് അല്പം മാറ്റം വരുത്തി നോക്കാം, കുറച്ച് വേരിയേഷൻസ് നോക്കാം. ഫുൾ ബോഡിയും ആക്ടിവേഷൻ ആകുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളാണ്, പുഷപ്സുകളാണ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പുഷപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ഇതേ കണക്ക് പുഷപ്സിൻ്റെ പൊസിഷനിൽ വരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പതുക്കെ പുഷപ്സ്, അതിനുശേഷം നിങ്ങൾ ഫ്ലോറിൽ കിടക്കുക, നിങ്ങളുടെ കൈകൾ പതുക്കെ ഉയർത്തുക, ഇതേ കണക്ക് മുമ്പിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ കാലുകളും കൈകളും ഒരേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, അതിനുശേഷം വീണ്ടും തിരിച്ച് പുഷപ്പിൻ്റെ പൊസിഷൻ കണ്ടില്ലേ, ഇതേ കണക്ക് പുഷപ്സ്, കൈകൾ പതുക്കെ ഒന്ന് ഉയർത്തി കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലോട്ട്, അതിനുശേഷം നിങ്ങളുടെ കാലുകളും കൈകളും ഒരേ കണക്ക് ഒരു സൂപ്പർമാൻ സ്റ്റൈൽ രീതിയിൽ നിങ്ങളുടെ ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ലോവർ ബാക്കിനും, അതിനൊക്കെ നിങ്ങളുടെ അപ്പർ ബാക്കിന്, നിങ്ങളുടെ ഷോൾഡറിന്, ചെസ്റ്റിന് ഒക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേ കണക്ക് വരിക. അതിനുശേഷം കൈകൾ പതുക്കെ മുകളിലോട്ട്, ഫ്രണ്ടിലോട്ട്, അതിനുശേഷം നിങ്ങൾ ഇതേപോലെ കണ്ടില്ലേ, നിങ്ങളുടെ കൈകൾ ഒരേ കണക്ക് മുകളിലോട്ട് ചെറുതായിട്ട് ഒന്ന് ഉയർത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പുഷപ്സ് എന്ന് പറയുന്നത് മൈക്ക് ടൈസൺ പുഷപ്പ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നീക്കിയിരിക്കാം, കാലിൻ്റെ മുട്ടുകളിൽ ഇതേ കണക്ക് നീക്കിയിരിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകൾ ഫ്രണ്ടിലോട്ട് വെക്കുക, ഇതേ കണക്ക്. അതിനുശേഷം പതുക്കെ നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷൻ ഇതേപോലെയാണ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ബാക്കിലോട്ട് പോകുന്ന സമയത്ത് മാക്സിമം സ്ക്വീസ് ചെയ്യുക. ഇതേ കണക്ക് ഇതേപോലെ നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും അതേ കണക്ക് നമ്മൾ നല്ല രീതിയിൽ ബാക്കിലോട്ട് നല്ലൊരു സ്ട്രെച്ചിങ് കൊടുക്കുക. ഇതേ കണക്ക് ഇരുന്നതിന് ശേഷം ഇതേപോലെ വരിക, കണ്ടില്ലേ. അതിനുശേഷം ഫ്രണ്ടിലോട്ട് വന്ന് പുഷപ്സ് കണ്ടില്ലേ, ഫ്രണ്ടിലോട്ട് വന്നു, പുഷപ്സ് ഉയർന്നു, കണ്ടില്ലേ. ഇതേ കണക്കാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. വളരെ ബെനിഫിറ്റായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിന്, നിങ്ങളുടെ ഗ്ലൂട്ട്സിന്, നിങ്ങളുടെ ബാക്ക് മസിലിന്, നിങ്ങളുടെ ഷോൾഡർ മസിലൊക്കെ നല്ല രീതിയിൽ നല്ല സ്ട്രെച്ചിങ് ഫീൽ ചെയ്യിപ്പിക്കുന്ന, നിങ്ങളുടെ ചെസ്റ്റ് മസിലിന് അടിപൊളി ബെനിഫിറ്റായിട്ടുള്ള വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ കോർ മസിൽ, നിങ്ങളുടെ വയറിൻ്റെ, നിങ്ങളുടെ ആപ്സ് മസിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഫുൾ ബോഡിയും എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ല ഒരു വർക്കൗട്ടാണിത്. അപ്പം നിങ്ങളിത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ, മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഒരു 3 റെപ്സെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ വർക്കൗട്ടുകളും നിങ്ങളൊരു 3 റെപ്സെങ്കിലും, ഒരു 10 പ്രാവശ്യം വെച്ചിട്ടൊരു 3 സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേ കണക്ക് നിങ്ങൾക്ക് ഫ്ലോറിൽ കിടക്കാം. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന പോലെ കാലുകൾ ഇതേ കണക്ക് നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈയുടെ മുട്ടുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഫ്ലോറിൽ നല്ല ഫോഴ്സ്, നല്ല ശക്തിയിൽ അമർത്തി പിടിക്കാം. ഓക്കെ, കണ്ടില്ലേ, മുട്ടുകൾ നല്ല രീതിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് ഇതേ കണക്ക് പുഷ് ചെയ്യുക. ഇതേപോലെ
കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ എൽബോയിലായിരിക്കണം നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് വരേണ്ടത്. നിങ്ങളുടെ എൽബോയിലായിരിക്കണം നിങ്ങൾ മുകളിലോട്ട് പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ റെയർ ഡെൽസ്, നിങ്ങളുടെ ഈ ഡെൽറ്റോയിൻ്റെ ബാക്ക് വശത്തെ മസിൽ, നിങ്ങളുടെ അപ്പർ ബാക്ക്, അതിനൊക്കെയാണ് നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് വളരെയേറെ എഫക്റ്റീവാണ്. നിങ്ങളുടെ റെയർ ഡെൽസ്, നിങ്ങളുടെ ആപ്സ് മസിൽ, അത് കണക്ക് തന്നെ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ ഒക്കെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ അപ്പർ ബാക്ക്. അപ്പം നിങ്ങൾ കൈ ഇതേ കണക്കാണ് കുത്തേണ്ടത്. ഓക്കെ, ഇതേപോലെ ഫ്ലോറിൽ കുത്തി വെക്കാൻ. നിങ്ങളുടെ കാലുകൾ ഇതേ കണക്കാണ് വെക്കേണ്ടത്. ഓക്കെ, ഇതേപോലെ ഒരിക്കലും വെച്ച് പൊക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഇതേ കണക്ക് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നിങ്ങളുടെ എൽബോ നല്ല ഫോഴ്സ്, നല്ല ശക്തിയിൽ താഴെ ഉറപ്പിച്ച് നിർത്തുക. ഓക്കെ, സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. അതിനുശേഷം ഇതേപോലെ ഫോഴ്സ് ഇങ്ങനെ പൊങ്ങുക നിങ്ങൾ. ഓക്കെ, ഇതേപോലെ 2, 3 കണ്ടില്ലേ, ഒരേ സമയത്ത് തന്നെ നമ്മുടെ 3 4 മസിൽ ഗ്രൂപ്പുകളെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഇതും നിങ്ങൾക്കൊരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാം. ഓക്കെ, തുടക്ക സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതായിരുന്നു നമ്മുടെ 3ാമത്തെ വർക്കൗട്ട്. അടുത്തതായിട്ട് നമുക്ക് 4ാമത്തെ വർക്കൗട്ട്, 4ാമത്തെ പുഷപ്സിൻ്റെ വേരിയേഷൻ ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് വരാം. ഇതേ കണക്ക് ഈ ഒരു ലെവൽ. ഓക്കെ, ഇതേപോലെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവധാനത്തിൽ ഇതേപോലെ വന്നിട്ട് ഉയരുക. ഇതേപോലെ കണ്ടില്ലേ. അതിനുശേഷം പതുക്കെ നോർമൽ രീതിയിൽ വന്നിട്ട് ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക. ഇതേ കണക്ക് 1 പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക, തിരിച്ച് അതേപോലെ. ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ഫുൾ ബോഡിയും എൻഗേജഡ് ആക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡർ മസിൽ, നിങ്ങളുടെ ചെസ്റ്റ് മസിൽ, നിങ്ങളുടെ ട്രൈസെപ്സ് മസിൽ, അത് കണക്ക് തന്നെ നിങ്ങളുടെ ലോവർ ബാക്ക്, അപ്പർ ബാക്ക്, നിങ്ങളുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്, നിങ്ങളുടെ തൈയുടെ ഭാഗം, തുടയുടെ ഭാഗങ്ങൾ എല്ലാം ആക്ടിവേഷനാക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു 3 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക, അതിനുശേഷം ചെറുതായിട്ട് ഇതേ കണക്ക് ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക, ഇതേ കണക്ക് വരിക. അതിനുശേഷം മുകളിലോട്ട്, അതിനുശേഷം നോർമൽ രീതിയിൽ വീണ്ടും തിരിച്ച്. കണ്ടില്ലേ, ഇത് കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. നല്ല വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട്. ഇനി നമുക്ക് ഒരു വർക്കൗട്ടും കൂടെ ചെയ്ത് നോക്കാം. 5ാമത്തെ വർക്കൗട്ട്, ഇത് മൂവിങ് പുഷപ്സ് ആണ്. ഓക്കെ, നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരിക, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പുഷപ്പിൻ്റെ പൊസിഷൻ. അതിനുശേഷം പുഷപ്സ് ഫ്രണ്ടിലോട്ടൊന്ന് മൂവ് ചെയ്യുക, അതിനുശേഷം ബാക്കിലോട്ടൊന്ന് മൂവ് ചെയ്യുക, തിരിച്ച് നിങ്ങളുടെ പഴയ പൊസിഷൻ അപ്പ്. ഓക്കെ, വീണ്ടും പുഷപ്പിൻ്റെ പൊസിഷൻ, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക, ബാക്കിലോട്ട് മൂവ് ചെയ്യുക, പുഷപ്പിൻ്റെ പൊസിഷൻ അപ്പ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇതും നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഫുൾ ബോഡി എൻഗേജ്ഡ് ആക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡർ മസിൽ, നിങ്ങളുടെ ചെസ്റ്റ് മസിൽ, അതിനൊക്കെ തന്നെ നല്ല ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോർ മസിലും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വർക്കൗട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. പുഷപ്പ്, ഫ്രണ്ടിലോട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നു, ബാക്കിലോട്ടൊന്ന് മൂവ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ പഴയ പൊസിഷൻ അപ്പ്. ഓക്കെ, നിങ്ങളെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന റപ്സ് ഒരു 3 സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, കൂടുതലൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും